സാർ, ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും അധികം ഒരു വലിയ തിരിച്ചടി നേരിട്ട പ്രധാനപ്പെട്ട സെക്ടറുകളിൽ ഒന്നാണ് റിയൽറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ഒരു പ്രീ കോവിഡ് ലെവലുകളിലേക്ക് റിയൽറ്റി മേഖല എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇന്ന് ലാസ്റ്റ് വീക്ക് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും അധികം റിട്ടേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിയൽറ്റി സെഗ്മെന്റ് തന്നെയാണ്. ഇന്ന് എസ്പെഷ്യലി DLFിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നേറ്റം പ്രകടമാകുന്നുണ്ട്. 700 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ DLFിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 20,000 കോടി രൂപ അവരുടെ പുതിയതായിട്ട് ആരംഭിച്ച റെസിഡൻഷ്യൽ പദ്ധതികൾക്കായിട്ട് നിക്ഷേപിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗുരുഗ്രാമിൽ DLFിനെ സംബന്ധിച്ചിടത്തോളം അൾട്രാ ലക്ഷറി പദ്ധതികൾ കമ്പനി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദ ഡാലിയാസ് എന്നായിരുന്നു കമ്പനി അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും മികച്ച വരുമാനമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. റിയൽറ്റി മേഖലയിലുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് തന്നെയല്ലേ കമ്പനിയുടെ ഈ ഒരു നിക്ഷേപം വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റിന് വലിയൊരു ബൂം വന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റി, അത് മേടിക്കാനുള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ചിലവായി എന്നുള്ള. കോമൺ മാനിനെക്കാളും ലക്ഷറി റിയൽ എസ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ 8 കോടിയുടെ അപ്പാർട്ട്മെന്റ്, 9 കോടിയുടെ അപ്പാർട്ട്മെന്റ്, ഇതൊക്കെ ബേസിക്കലി ഡൽഹി ഹരിയാന ബോർഡറുകൾ അല്ലെങ്കിൽ ഗുർഗാവൺ പോലെ സ്ഥലങ്ങൾ, ഒരുപക്ഷെ ബോംബെക്കാട്ടിലൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള. പിന്നെ ഹൈദരാബാദ് ഡൽഹി ബേസ്ഡ് ആണ് ഈ DLF എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത. ഒരു DLF ഇത് കഴിഞ്ഞ 2003 തൊട്ട് 2008 വരെയുള്ള ഒരു ഇന്ത്യയിൽ ബുൾ മാർക്കറ്റ് നടന്നല്ലോ. അന്ന് 1000 കോടി സെയിൽസ് ഉണ്ടായിരുന്നപ്പോൾ 1 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പിൽ ട്രേഡ് ചെയ്ത കമ്പനിയാണ് ഈ DLF എന്ന്. എന്നിട്ട് അവിടുന്ന് അതായത് എക്സ്ട്രീം ഓവർ വാല്യൂഷനിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് DLF എന്ന്. അവിടുന്ന് അത് കറക്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു തറമട്ടമായിട്ടാണ് ഇപ്പം അത് റീഇൻവെന്റ് ചെയ്ത് വന്നത്. ആ റീഇൻവെന്റ് ചെയ്ത് വന്നതിന്റെ കൂടെ തന്നെ DLFിൽ വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ മാനേജ്മെന്റ് സ്ട്രാറ്റജി ഒന്ന് മാറ്റി. അവരുടെ എന്താ പറയുക, പണ്ടേ ഈ സ്റ്റോക്കിനെ നമ്മൾ കണ്ടിരുന്നത് ഇത്തിരി പൊളിറ്റിക്കൽ കണക്ഷൻ ആയിട്ടാണ് ഈ സ്റ്റോക്കിനെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ അവർ ഡിറ്റാച്ച് ചെയ്ത് അവരൊരു പ്യുവർ റിയൽ എസ്റ്റേറ്റ് പ്ലേ ആയി മാറി. അതൊരു പ്രീമിയം ലക്ഷറി ലൈഫ് സ്റ്റൈൽ റിയൽ എസ്റ്റേറ്റ് പ്ലേ ആയിട്ട് മാറി. അവർ 2-3 എംപോറിയോ മോൾ എന്നൊക്കെ പറഞ്ഞ് അവർ ഡൽഹിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ്, അതായത് ലോകത്തിലെ തന്നെ ലൂയി വിറ്റൻ അല്ലെങ്കിൽ പ്രാഡ അല്ലെങ്കിൽ സെഗ്ന എന്നിങ്ങനെ പോലുള്ള ബ്രാൻഡുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ലക്ഷറി റിയൽ എസ്റ്റേറ്റിലെ ലക്ഷറി റീറ്റെയിലിങ്ങിലേക്ക് ഒക്കെ ഒരു മോളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് അവർ പോയത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ റിയൽ എസ്റ്റേറ്റിന് ഇന്നും ഇന്ത്യയിൽ അതിനോട് ഒബ്സഷൻ ഉള്ള ഒരു ജനത തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലായാലും ശരി, അത് ഡൽഹിയിലായാലും ശരി. ബട്ട് അടുത്ത കാലത്ത് കാണുന്നത് ഈ ലക്ഷറി റിയൽ എസ്റ്റേറ്റിലാണ് DLF. അവിടെ തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരുടെ മിക്ക പ്രോജക്റ്റുകളും ഗോൾഫ് കോഴ്സും അങ്ങനെയുള്ള വലിയ സ്പോർട്സിന് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വരുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണുന്ന പോലെ ചെറിയ പ്രോജക്റ്റ് ഒന്നും അല്ല അവിടെ വരുന്നത്. എന്തെടുത്താലും 10 കോടി 12 കോടി 20 കോടി അത് ലോഞ്ച് ചെയ്ത് ഏതാണ്ട് 20-25 ദിവസം മുതൽ ഫുൾ ബുക്കിംഗ് ആവുന്ന രീതിയിലേക്കാണ് DLFിന്റെ പല പ്രോജക്റ്റും വന്ന്. ആ ന്യൂസ് അതിനെ സഹായിക്കുന്നുണ്ട്. ആ ന്യൂസ് അവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അതൊരു ട്രാക്കിൽ വീണ് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ ചീപ്പായിട്ടുള്ള സ്റ്റോക്കൊന്നുമല്ല. ഫണ്ടമെന്റലി നമ്മൾ നോക്കാൻ നേരത്ത് ഇത് വീണ്ടും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും DLF നമ്മൾ പെർഫോം ചെയ്തേക്കാം. ബട്ട് തീർച്ചയായിട്ടും ഇതിനേക്കാട്ടിലും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കമ്പനീസും വേറെ ഉണ്ട്. എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി കമ്പനി കുറഞ്ഞതല്ല DLF എന്നുള്ള. ബട്ട് ഒരുപാട് ഇപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കണം, എന്താ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സാധനം ആയിരിക്കില്ല ഇനി കയറുന്നത്. അൺപോപ്പുലർ സ്ഥലത്തായിരിക്കും ഇവിടെ അക്യൂമുലേഷൻ നടക്കുന്നത്. മനസ്സിലായി? പോപ്പുലർ ആണ്. ഇതൊക്കെ ഓവർ ട്രേഡഡ്, അതായത് ഓവർ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ് പലത്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് ആയാലും ശരി, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ക്യുക്ക് സർവീസ് കമ്പനികൾ, അതായത് നമ്മുടെ സൊമാറ്റോ പോലത്തെ കമ്പനിയൊക്കെ ഇല്ലേ, അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിലൊക്കെ ഓവർലോഡറാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ്സ് അണ്ടർ ഓൺഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും റാഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം. മണി എപ്പോഴും ഫുൾ. കാര്യം ഇതിപ്പോൾ നമ്മൾ 2 കാര്യം ആലോചിക്കുക. 2 ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെന്ന് ഇരിക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഫുള്ളാണ്, വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. എവിടെയായിരിക്കും ഇനി കൂടുതൽ വെള്ളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക? ഗ്ലാസ്സിൽ വെള്ളം കുറഞ്ഞ ഗ്ലാസ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റുക. അവിടെ ആയിരിക്കും ഇനി FII മണി അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരിക എന്നുള്ളത്. മറ്റേത് ബ്രിം ഫുൾ വരെ അതെന്താണ് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ അഭിമുഖീകരിക്കാൻ. എന്ന് പറഞ്ഞ് DLF മോശം സ്റ്റോക്കല്ല, ഫണ്ടമെന്റലി ഭേദപ്പെട്ട ഫിനാൻഷ്യൽസും ഉള്ള സ്റ്റോക്കാണ്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ആണ്. റിയൽ എസ്റ്റേറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്കറിയാം. ബട്ട് ഈവൻ ദെൻ വാല്യുവേഷൻ എപ്പോഴും മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ മാർക്കറ്റിനെ നേരിടേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുന്നു.